ഇവിടെ നമുക്ക് ഗ്രേഡിയൻ്റ് ഓഫ് എ ഫംഗ്ഷൻ ഓഫ് ടു വേരിയബിൾസ് എന്താണെന്ന് നോക്കാം. നമുക്കറിയാം du f of x, y du f of x, y is equal to fx of x, y u1 plus fy of x, y u2 ആണല്ലേ. If we take u equal to u1 I cap plus u2 j cap and consider the vector fx of x, y I cap plus fy of x, y j cap, then we can write du f of x, y is equal to, നോക്കൂ, du f of x, y നെ എന്താണ് അത്, that is equal to fx of x, y u1 plus fy of x, y u2 ആണ് അല്ലേ. that is u1 ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രോഡക്റ്റ് പ്ലസ് ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രോഡക്റ്റ്, ദാറ്റ് ഈസ് ദ ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ദീസ് ടു വെക്ടേഴ്സ് അല്ലേ. അതായത് ഇതിനെ നമുക്ക് u1 I cap plus u2 j cap ഡോട്ട് fx of x, y I cap plus fy of x, y j cap എന്ന് എഴുതാലോ. ദാറ്റ് ഈസ് ദ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് f in the direction of u can be written as the dot product of two vectors. നോക്കൂ, അതിൽ ഈ രണ്ടാമത്തെ വെക്ടർ, അതായത് fx of x, y I cap plus fy of x, y j cap, this vector plays an important role in many computations and it have a special name. ഇതിന് നമ്മൾ വേറൊരു പേരിട്ടാണ് വിളിക്കുന്നത്. and we call this vector as the gradient of a function of two variables. okay, അതായത് the gradient of a function of two variable എന്താണ്, fx of x, y I cap plus fy of x, y j cap. ഇനി അതിനെ നമ്മൾ ഒരു പ്രത്യേക നൊട്ടേഷൻ ഇടും. ഇങ്ങനെയാണ് നമ്മൾ അതിനെ റൈറ്റ് ചെയ്യാറ് ആൻഡ് റീഡ് ചെയ്യുന്നത് del f or grad f. ഓക്കെ, del f അല്ലെങ്കിൽ ഗ്രാഡ് എഫ് എന്നാണ് വിളിക്കുന്നത്. സോ സംടൈംസ് del fന് പകരം ഗ്രാഡ് എഫ് ഈക്വൽ ടു എന്ന് പറഞ്ഞും എഴുതാറുണ്ട്. സോ ഡെഫിനിഷൻ നോക്കാം. ഡെഫിനിഷൻ: gradient of a function of two variables. ഡെഫിനിഷൻ ഏതാണ്? let f be a function of two variables x and y. The gradient of f is the vector function del f of x, y is equal to fx of x, y I cap plus fy of x, y j cap. ഓക്കെ, അതിനെ del f എന്നാണ് നമ്മൾ വിളിക്കാറ്, എഴുതാറ് ഇങ്ങനെയാണ്. ആൻഡ് ഗ്രാഡ് എഫ് എന്നും വിളിക്കാറുണ്ട്, ഗ്രാഡ് എഫ് എന്ന് എഴുതാറുണ്ട്. അതായത് ഗ്രാഡ് എഫ് ഈക്വൽ ടു fx of x, y I cap plus fy of x, y j cap എന്നും നമ്മൾ എഴുതാറുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഒരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ 3 ഗ്രാഡ് എഫ് കാണാനുള്ളൊരു എക്സാമ്പിളാണ്. നമുക്കൊന്ന് ചെയ്യാം. ക്വസ്റ്റ്യൻ: find the gradient of f of x, y is equal to x sin y plus y ln x at the point e, pi. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ഇതാണ്. ഗ്രേഡിയൻ്റ് ഓഫ് എഫ് കാണണം. പോയിൻ്റ് ഏതാണ്? ഇ, പൈ ആണ്. അപ്പോൾ ഗ്രേഡിയൻ്റ് ഓഫ് എഫ് എന്താണ്? സൊല്യൂഷൻ നോക്കാം.
del f of x comma y equal to fx of x comma y I cap plus fy of x comma y j cap. ഓക്കെ, സോ ആദ്യം എഫ് എക്സ് കാണണം. എഫ് എക്സ് ഓഫ് എക്സ് കോമ വൈ, പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. എന്ത് കിട്ടും? സൈൻ വൈ പ്ലസ് വൈ ബൈ എക്സ് അല്ലേ. എൽ എൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/x ആണ്. സോ സൈൻ വൈ പ്ലസ് 1/y ആണല്ലോ. ഇനി എഫ് വൈ കാണണം. എഫ് വൈ ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു ഏതായിരുന്നു ഫംഗ്ഷൻ? എക്സ് സൈൻ വൈ പ്ലസ് വൈ എൽ എൻ എക്സ് ആണല്ലേ. വിത്ത് റെസ്പെക്ട് ടു വൈ ഡെറിവേറ്റീവ് എടുത്താൽ സൈൻ വൈയുടെ ഡെറിവേറ്റീവ് കോസ് വൈ. സോ എക്സ് കോസ് വൈ പ്ലസ് വൈ എൽ എൻ എക്സ്. വൈയുടെ ഡെറിവേറ്റീവ് 1 ആണ്. സോ എക്സ് കോസ് വൈ പ്ലസ് എൽ എൻ എക്സ്. Therefore, del f of x comma y equal to sin y plus y by x I cap അല്ലേ. എഫ് എക്സ് ഐ ക്യാപ് പ്ലസ് എഫ് വൈ എക്സ് കോസ് വൈ പ്ലസ് എൽ എൻ എക്സ് ജെ ക്യാപ്. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഡെൽ എഫ് ഓഫ് ഇ പൈ ആണ്. ഡെൽ എഫ് ഓഫ് ഇ കോമ പൈ എന്ത് കിട്ടും? വൈക്ക് പകരം പൈ കൊടുക്കണം, എക്സിന് പകരം ഇ കൊടുക്കണം. സൈൻ പൈ പ്ലസ് പൈ ബൈ ഇ ഐ ക്യാപ് പ്ലസ് ഇ കോസ് പൈ പ്ലസ് എൽ എൻ ഇ ജെ ക്യാപ്. ഇവിടെ സൈൻ പൈ 0 ആണ്. സോ ബാക്കി പൈ ബൈ ഇ ഐ ക്യാപ് പ്ലസ് ഇ കോസ് പൈ. കോസ് പൈ -1 ആണ്. സോ മൈനസ് ഇ പ്ലസ് എൽ എൻ ഇ എന്താണ്? എൽ എൻ ഇ 1 ആണ്. സോ മൈനസ് ഇ പ്ലസ് 1 ജെ ക്യാപ് ഇറ്റ് ഇസ് ഈക്വൽ ടു, ഇത് നമ്മൾക്കൊന്നുകൂടെ പൈ ബൈ ഇ ഐ ക്യാപ് പ്ലസ് 1 മൈനസ് ഇ ജെ ക്യാപ് എന്ന് എഴുതാം. ഓക്കെ, സോ ഡെൽ എഫ് ഓഫ് ഇ കൊമ്മ പൈ എന്താണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു എഫ് എക്സ് ഓഫ് എക്സ് കോമ വൈ ഐ ക്യാപ്പിൻ പ്ലസ് എഫ് വൈ ഓഫ് എക്സ് കോമ വൈ ജെ ക്യാപ്പിൻ്റെയും യുവിൻ്റെയും, അതായത് u1 ഐ ക്യാപ് പ്ലസ് u2 ജെ ക്യാപ്പിൻ്റെയും ഡോട്ട് പ്രൊഡക്റ്റായി ഡി യുവിനെ എക്സ്പ്രസ് ചെയ്യാമെന്ന് പറഞ്ഞു. സോ അത് നമുക്കൊരു തിയറമായിട്ട് എഴുതാം. ഓക്കെ, അതാണ് തിയറം 2. തിയറം 2, if f is a differentiable function of x and y, then f has a directional derivative in the direction of any unit vector u and du f of x comma y equal to എന്ത് എഴുതാം? ഡോട്ട് പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാം അല്ലേ. ദാറ്റ് ഇസ് ഡെൽ എഫ് ഓഫ് എക്സ് കോമ വൈ ഡോട്ട് യു. ഓക്കെ, ഒന്നുമില്ല. ഡി യു എഫ് ഓഫ് എക്സ് കോമ വൈ എന്ന് വെച്ചാൽ തിയറം 1 പ്രകാരം ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് എക്സ് ഓഫ് എക്സ് കോമ വൈ ഐ ക്യാപ് പ്ലസ് എഫ് വൈ ഓഫ് എഫ് എക്സ് ഓഫ് എക്സ് കോമ വൈ ഇൻറ്റു u1 ഐ ക്യാപ് പ്ലസ് എഫ് വൈ ഓഫ് എക്സ് കോമ വൈ ഇൻറ്റു u2 ജെ ക്യാപ് ആയിരുന്നു. അതിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ഡെൽ എഫ് എൻ യു ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം. അതാണ് ഈ തിയറം പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ 4. ക്വസ്റ്റ്യൻ ഇതാണ്. ലെറ്റ് എഫ് ഓഫ് എക്സ് കോമ വൈ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 2xy. എ പാർട്ടിലെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഗ്രേഡിയൻറ്റ് ഓഫ് എഫ് അറ്റ് ദ പോയിൻറ്റ് 1, -2. Second question, B question, use the result of A to find the
directional derivative of f at 1, -2 in the direction from p -1, 2 to q 2, 3. സോ ക്വസ്റ്റ്യൻ ഇതാണ്. എഫ് ഓഫ് എക്സ് കോമ വൈ തന്നിട്ടുണ്ട്. ഏതാണ്? എക്സ് സ്ക്വയർ മൈനസ് 2xy ആണ്. ഓക്കെ, എഫ് ഓഫ് എക്സ് കോമ വൈ എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് 2xy ആണ് തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം കാണേണ്ടത് ഗ്രേഡിയൻ്റ് ഓഫ് എഫ് അറ്റ് ദ പോയിൻറ്റ് 1, -2 ആണ്. ദാറ്റ് ഈസ് ഡെൽ എഫ് ഓഫ് 1, -2 ആദ്യം കാണണം. ഓക്കെ, അതിനുവേണ്ടി നോക്കാം. gradient of f at any point. ആദ്യം നോക്കാം. at any point x, y is, നമുക്കറിയാം the gradient vector function del f of x, y equal to fx of x, y I cap plus fy of x, y j cap ആണ്. fx എന്താണ്? fx 2x minus 2y അല്ലേ? fx 2x minus 2y ആണ്. 2x minus 2y I cap plus fy എന്താണ്? minus 2x ആണ്. minus 2x j cap. that is 2x minus 2y I cap minus 2x j cap. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് del f of 1, -2 കാണാനാണ്. എക്സിന് പകരം 1 കൊടുക്കാം. ദാറ്റ് ഇസ് 2 × 1 മൈനസ് വൈക്ക് പകരം -2 കൊടുക്കുക. 2 × -2 I cap minus 2 × 1 j cap. This is equal to 2 plus 4 I cap minus 2 j cap. This is equal to 6 I cap minus 2 j cap. ആണ് del f of 1, -2. ഓക്കെ, ഇനി ബി പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് നമ്മൾ എയിലെ റിസൾട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കാണണം? ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് കാണണം അല്ലേ? അറ്റ് 1, -2 ഇൻ ദ ഡയറക്ഷൻ ഫ്രം p -1, 2 to q 2, 3 അല്ലേ? അതെങ്ങനെ കാണാം? അത് കാണാൻ വേണ്ടിയിട്ട് നമുക്കാദ്യം പി ക്യു എന്ന വെക്ടർ ഏതാണ് നോക്കണം. ഓക്കെ, ദ വെക്ടർ പി ക്യു നോക്കണം. അപ്പോൾ വി ഹാവ് വെക്ടർ പി ക്യു ഇസ് ഈക്വൽ ടു, അതെങ്ങനെ കാണാം? നമുക്ക് പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. പോയിൻറ്റ്സ് ഏതൊക്കെയാണ്? ദാ p -1, 2ഉം q 2, 3ഉം ആണ്. സോ നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് വെക്ടർ കണ്ടുപിടിക്കണം. വെക്ടർ എങ്ങനെ കണ്ടുപിടിക്കാം? 2 - -1 അതെന്താണ്? 3 അല്ലേ? സോ 3 I cap. പിന്നെ എന്തെടുക്കാം? 3 - 2 എടുക്കുക. 3 - 2 1 ആണ്. സോ വെക്ടർ എന്താണ്? 2 - -1 3, 3 - 2 എന്താണ്? 1 ആണ് അല്ലേ? സോ 3 I cap plus j ആണ് നമ്മുടെ വെക്ടർ പി ക്യു. ഓക്കെ, അപ്പോൾ പി ക്യു എന്ന് പറയുന്ന വെക്ടർ കിട്ടി അല്ലേ? സോ ഈ പി ക്യുവിൻ്റെ ഡയറക്ഷനിലുള്ള ഡയറക്ഷണൽ ഡെറിവേറ്റീവാണ് കാണേണ്ടത്. പി ക്യുവിൻ്റെ ഡയറക്ഷനിലുള്ള ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കാണണമെങ്കിൽ പി ക്യു എന്താവണം? യൂണിറ്റ് വെക്ടർ ആണെങ്കിലേ നമുക്ക് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കാണാൻ പറ്റുള്ളൂ. സോ അതിനു വേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇതിനെ യൂണിറ്റ് വെക്ടർ ആക്കണം. ഇത് യൂണിറ്റ് വെക്ടർ ആണോ? അല്ല. ഇതിൻ്റെ ലെങ്ത് എന്താണ്? ഇതിൻ്റെ ലെങ്ത്ത് √10 ആണ് അല്ലേ? അതായത് 3യുടെ സ്ക്വയർ 9, 9 + 1 10, √10 ആണ് ഇതിൻ്റെ ലെങ്ത്ത്. സോ ഇതിനെ യൂണിറ്റ് വെക്ടർ ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ലെങ്ത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ യൂണിറ്റ് വെക്ടർ ഇൻ ദ സെയിം ഡയറക്ഷൻ ആസ് പി ക്യു ഈസ് ഏതാ വെക്ടർ? യു എന്ന് വിളിക്കുകയാണെങ്കിൽ 3/√10 I cap പ്ലസ് 1/√10 j cap ആണ്. ഓക്കെ, സോ യു കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡി യു കാണാലോ. ഡി യു എഫ് ഓഫ് 1, -2 ആണ് കാണേണ്ടത്.
അല്ലേ? ബൈ തിയറം 2 ദിസ് ഇസ് ഈക്വൽ ടു del f of 1 comma minus 2 ഡോട്ട് യു. ഇനി del f of 1 comma minus 2 എന്താണ്? 6i ക്യാപ് മൈനസ് 2j ക്യാപ്പ് ആണ്. ഡോട്ട് ഇതെന്താണ്? യു എന്താണ്? 3/10 i ക്യാപ് 3/√10 i ക്യാപ് പ്ലസ് 1/√10 j ക്യാപ്. ഓക്കെ, ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ 6 ഇൻറ്റു 3/√10 പ്ലസ് മൈനസ് 2 ഇൻറ്റു 1/√10 അല്ലേ? സോ എന്ത് കിട്ടും? 6 ഇൻറ്റു 3/√10 പ്ലസ് മൈനസ് 2 ഇൻറ്റു 1/√10. ദിസ് ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു 3 18/√10 മൈനസ് 2/√10 which is equal to 16/√10. കാൽക്കുലേറ്റർ യൂസ് ചെയ്താൽ ദിസ് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 5.1. ഓക്കെ.